നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. 2025 6 മാസം നമ്മെ വിട്ട് കടന്നുപോയി. 7-ാം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അതിൻ്റെ ആരംഭ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. സമുഖിലമായ ദിനരാത്രങ്ങൾ നമ്മുടെ പിമ്പിൽ കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ അനേക നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തന്നു. അനേക പ്രതിസന്ധികളിലൂടെ, അനേക പ്രതിബന്ധങ്ങളിലൂടെ, വിവിധമാകുന്ന വൈഷമ്യങ്ങളിലൂടെ നാം കടന്നുപോയി. എന്നാൽ അതിൻ്റെ നടുവിലെല്ലാം ദൈവം നമുക്ക് തന്ന ബലത്തിനായി, ആരോഗ്യത്തിനായി, സൗഖ്യത്തിനായി നാം ദൈവത്തോട് നന്ദി പറയുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. 7-ാം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത പകുതിയിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ പുതിയ മാസത്തിൽ, ഈ 7-ാം മാസത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ നാം പ്രാപിക്കുവാനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സെഫന്യാവിൻ്റെ പുസ്തകം, പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ഒരു വലിയ ദൂത് ദൈവം നമുക്ക് നൽകുകയാണ്. ഇതുവരെ ദൈവമാണ് നമ്മെ നടത്തിയത്. ജയോത്സവമായി നമ്മെ നടത്തി. നാം ചോദിച്ചത്, നനച്ചതിൽ അത്യന്തപരമായി ദൈവം നമ്മെ നടത്തുവാനിടയായി. 7-ാം മാസത്തിൽ നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞത്, യഹോവ അവൻ നമ്മുടെ മധ്യേ ഇരിക്കുന്ന ദൈവം, നമ്മുടെ മധ്യേ വസിക്കുന്ന ദൈവം. ദൈവം നമ്മുടെ മധ്യത്തിൽ വസിച്ചാൽ നമുക്ക് അത്യന്തം സന്തോഷമുണ്ടാകുമെന്നോട് പ്രവാചകൻ പറയുന്നു. 2, സ്നേഹത്തിൽ വസിപ്പാൻ കഴിയുന്നു, പാട്ടോടെ ആനന്ദിക്കുവാൻ കഴിയുന്നു. ആനന്ദവും സന്തോഷവും ആമേൻ ദൈവികമായ വിടുതലുകളുമൊക്കെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ. ഈ പുതിയ മാസത്തിൽ നാം ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. എന്നെ സഹായിപ്പാൻ ഞാനെങ്ങനെ മുന്നോട്ട് പോകും, ഞാനെങ്ങനെ കാര്യങ്ങൾ നടത്തും, എൻ്റെ വിഷയം എന്തായിത്തീരുമെന്ന് നാം ഭാരപ്പെടുമ്പോൾ ഇതാ ദൈവം പറയുകയാണ്, ആമേൻ ഞാൻ നിൻ്റെ മധ്യേ വസിക്കുന്ന ദൈവമാണ്. എങ്ങനെ? ആമേൻ രക്ഷിക്കുന്ന വീരനായി ദൈവം നമ്മുടെ മധ്യേ വസിക്കുകയാണ്. രക്ഷിക്കുന്ന വീരനായി, സാധാരണക്കാരനല്ല, രക്ഷിക്കുന്ന വീരനായി. ആമേൻ. ആ പദം വളരെ പ്രയോജനമാണ്, വളരെ അർത്ഥവത്താണ്. ആമേൻ. നടക്കാത്ത നമുക്ക് വേണ്ടി ആകാശം ചായിച്ച് ഇറങ്ങി വരുന്ന ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ. പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാത്ത വിഷയങ്ങളുടെ നടുവിൽ ഈ 7-ാം മാസത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. നാം കഴിഞ്ഞ 6 മാസവും പ്രാർത്ഥിച്ചിട്ട് ഒരുപക്ഷെ മറുപടി കാണാതിരിക്കുന്ന വിഷയങ്ങളുണ്ടായിരിക്കാം. എന്നാൽ 7-ാം മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ പറയട്ടെ, ചില വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി നൽകാൻ പോകുകയാണ്. ആളുകളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകാൻ പോകുകയാണ്. ദൈവം ഒരു രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇറങ്ങി വരാൻ പോകുകയാണ്. അവിടെ കാണുവാൻ കഴിയുന്നത്, ഇതുവരെ രോഗശാന്തി നാം പ്രാപിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരം ആമേൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. അവൻ രക്ഷിക്കുന്ന വീരനാണ്. രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വസിക്കുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. ശിഷ്യന്മാർ മുറിയടച്ച, വാതിലടച്ച, റൂമുകൾ എല്ലാം പൂട്ടി അകത്തിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ കർത്താവ്, നടുവിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, സഭയുടെ നടുവിൽ വസിക്കുന്ന കർത്താവ്, ഇന്ന് ഈ ആരംഭ ദിവസത്തിൽ 7-ാം മാസത്തിൽ ആമേൻ നമ്മൾക്ക് വേണ്ടി നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം. എങ്ങനെ? രക്ഷിക്കുന്നൊരു വീരനായി. ഒരു സാധാരണക്കാരനായിട്ടല്ല, കാഴ്ചക്കാരനായിട്ടല്ല, രക്ഷിക്കുന്ന വീരനായി നമുക്ക് വേണ്ടി 7-ാം മാസത്തിൽ ഇറങ്ങി വരട്ടെ. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരം 7-ാം മാസത്തിൽ ചലിക്കുവാനിടയായി തീരട്ടെ.